കഴിഞ്ഞ ദിവസം നമ്മുടെ സൈനിക മേധാവിയുടെ ആസ്ഥാനത്ത് നിന്ന് ഒരു ചിത്രമെടുത്ത് മാറ്റിയ കഥ പ്രിയങ്കാജി പറഞ്ഞിരുന്നു. പ്രിയങ്ക അത് പറഞ്ഞപ്പോൾ ആ ചിത്രം എന്തായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ച് തപ്പി. ഒടുവിൽ ആ ചിത്രം കിട്ടി. അതായത് അമീർ അബ്ദുള്ള ഖാൻ നിയാസി എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ലഫ്റ്റനൻറ്റ് ജനറൽ ജഗത് സിംഗ് അറോറ എന്ന് പറയുന്ന ഇന്ത്യൻ സൈനിക മേധാവിക്ക് മുന്നിൽ ഈ സറണ്ടർ എഗ്രിമെൻറ്റ് അഥവാ കീഴടങ്ങുന്നു എന്ന് പറയുന്ന സംഗതി ഒപ്പിടുന്ന ആ ചിത്രമാണ് എടുത്തു മാറ്റിയത്. എന്നിട്ട് ആ ചിത്രത്തിൻ്റെ സ്ഥാനത്ത് മഹാഭാരതത്തിൻ്റെ പശ്ചാത്തലമുള്ള ഏതോ ഒരു പാറ്റേൺ ടാങ്കിൻ്റെ പടങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. രാജ്യം അഭിമാനപൂർവ്വം അടയാളപ്പെടുത്തപ്പെട്ട ഒരുപാട് നിമിഷങ്ങളുണ്ട്. മുൻകാലങ്ങളിൽ പ്രധാനമന്ത്രിമാരും ഭരണകൂടങ്ങളും ഒക്കെ വന്നപ്പോഴും വാജ്പേയിജി കുറച്ച് നാളും പിന്നീട് ഒരു ടേം മുഴുവനും പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും സോഷ്യലിസ്റ്റ് നേതാക്കളൊക്കെ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും ഒന്നും ഈ പറയുന്ന രാജ്യത്തെ ത്രസിപ്പിക്കുന്ന, രാജ്യത്തിന് അഭിമാനം പകരുന്ന ഒരുപാട് ദൃശ്യങ്ങളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിൽ അഖണ്ഡ ഭാരതത്തിൻ്റെ അഭിമാനാർഹമായ നിമിഷങ്ങളിലൊന്നല്ലേ പാകിസ്ഥാനെ ആക്രമിച്ച ഒടുവിൽ പാകിസ്ഥാൻ കീഴടങ്ങി? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമീർ ഖാൻ നിയാസി എന്ന് പറയുന്ന ലഫ്റ്റനൻറ്റ് ജനറൽ ആയിട്ടുള്ള ആൾ ഇന്ത്യൻ സൈന്യ മേധാവി ജഗത് സിംഗ് അറോറയ്ക്ക് മുന്നിൽ ഒപ്പിടുകയാണ്. ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നു, യുദ്ധം തീർക്കുന്നു എന്ന് ഒപ്പിടുന്നു. ഏത് ഇന്ത്യയാണ്? ഇത്രയും വലിയ കമ്പോളമായ ഗീർവാണമടിക്കപ്പെട്ട ഇന്ത്യയൊന്നുമല്ല, ഒരുപാട് പ്രതിസന്ധികളുള്ള ഇന്ത്യ. പക്ഷേ ഒരു ഭരണാധികാരിയായ ഇന്ദിരാഗാന്ധിയുടെ നിശ്ചയദാർഢ്യത്തിനും നമ്മുടെ ധീര സൈനികരുടെ പോരാട്ട വീര്യത്തിനും അതിന് നേതൃത്വം നൽകിയ മനുഷ്യരുടെ ഏറ്റവും കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾക്കും പ്രാർത്ഥനാപൂർവം പിന്തുണച്ച ഇന്ത്യക്കാരെന്ന് പറയുന്ന ഒരു മഹാജനസഞ്ചയത്തിൻ്റെയും ഒക്കെ പിന്തുണയോടെയാണ് നമ്മൾ നമ്മുടെ പരമ്പരാഗത വൈരികൾ എന്ന് കരുതപ്പെടുന്ന പാകിസ്ഥാനെ കീഴ്പ്പെടുത്തിയത്. അതിനേക്കാൾ അഭിമാനാർഹമായ നിമിഷം ഏതാണുള്ളത്? ഏത് യുദ്ധമാണ് ഈ സമീപകാലത്ത് പോലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്? ഇപ്പോഴും അടിക്കുകയല്ലേ ഉക്രൈനും റഷ്യയും തമ്മിൽ. എല്ലാ അധികാരങ്ങളുമുള്ള ഇസ്രയേൽ എത്രമേൽ അടിച്ചിട്ടും തീരാതെ വീണ്ടും അടി തുടരുകയല്ലേ. അപ്പോഴാണ് സർവ്വതും സമ്മതിച്ചൊപ്പിടുന്നത്. ആ ചിത്രമാണ് എടുത്തു മാറ്റിക്കളഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സത്യം പറഞ്ഞാൽ ആ ചിത്രത്തിനേക്കാൾ വലിയ ചിത്രം ഏതാണുള്ളത്? യഥാർത്ഥത്തിൽ എല്ലാ ഓഫീസുകളിലും അത് വെക്കേണ്ടതല്ലേ. അപ്പോൾ ആ ചിത്രം വെക്കാതിരിക്കുന്നത് എന്താണ്? അവർക്കും അറിയാം അത് രാജ്യത്തിൻ്റെ അഭിമാനകരമായ സംഗതിയാണെന്ന്. പക്ഷേ ആ ചിത്രം വെക്കുമ്പോൾ ആ ചിത്രത്തിലില്ലാത്തൊരു മുഖം അതിൽ തെളിഞ്ഞു വരും. അത് സാക്ഷാൽ ഇന്ദിരാഗാന്ധിയുടേതാണ്. ആ ഇല്ലാത്ത മുഖത്തിനോടുള്ള ഭീരുത്വവും അസൂയയും അഹന്തയുമാണ് ആ ചിത്രം എടുത്ത് മാറ്റുന്നത്. എന്നിട്ടാണ് മഹാഭാരതത്തിൻ്റെ പാറ്റേൺ ടാങ്ക് വരച്ചത് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജനനം ജൈവികമായിരുന്നില്ല, മറിച്ച് ഒരു ദിവ്യ തരത്തിലുള്ള ജനനമായിരുന്നു എന്നൊക്കെ പറയുന്നതിനെ സമർത്ഥിക്കുന്ന പുസ്തകങ്ങളും ചിത്രങ്ങളുമൊക്കെ ഇറങ്ങും. അതായിരിക്കും നമ്മുടെ ഗവേഷണ ലാബുകളിലും ശാസ്ത്ര ലാബുകളിലുമൊക്കെ തൂക്കിയിടാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ അഭിമാനപൂർവ്വം പറയും ജയ് ഭാരത് എന്ന്. കഷ്ടം.